أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل ضلالة في النار. ബഹുമാനിയായ സഹോദരിമാരെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റബീഉൽ അവ്വൽ 27 1440 ഹിജ്റ വർഷം. നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്തുള്ള സഹവാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലും നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്. ആ വിഷയമാണ് ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വാർത്ത അറിഞ്ഞുകൊണ്ട് അവിടുത്തെ അനുയായികൾ ഒന്നടങ്കം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിലേക്ക് ആണ്ടുപോവുകയായിരുന്നു. മഹാനായ ഒരു ചരിത്രകാരൻ പറഞ്ഞതുപോലെ, സഹാബിമാർക്കന്ന് അനുഭവപ്പെട്ട ദുഃഖത്തെ അദ്ദേഹം വർണ്ണിച്ചത് കൊടുങ്കാറ്റും പേമാരിയുമുള്ള ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഒറ്റപ്പെട്ടുപോയ ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ സഹാബിമാർ എല്ലാ തരത്തിലുമുള്ള ദുരിതത്തിൽ വീണുപോയതുപോലെ ആയിരുന്നു അവരുടെ അവസ്ഥ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അവരുടെ അവസ്ഥ. അവരെന്ത് ചെയ്യണമെന്നറിയാതെ അൻസാരികളായ ആളുകൾ അവർ പരസ്പരം ബന്ധപ്പെടുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ അൻസാരികൾ എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും നമ്മൾ മുന്നോട്ട് പോവുകയും വേണം. അതിനാദ്യമായി വേണ്ടത് നമ്മൾക്കൊരു നേതാവാണ്. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും സമ്മതനും കാര്യബോധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി സമ്പാദിക്കുകയും ചെയ്ത സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സഖീഫത്തു ബനി സായിദ എന്ന ചെറിയ തോട്ടത്തിൽ, മസ്ജിദ് നബവിയിൽ നിന്ന് ഏറെ വിദൂരത്തല്ലാത്ത, ഇന്നും ആ തോട്ടം നിലനിൽക്കുന്നുണ്ട്, അതേ പേരിൽ തന്നെ മസ്ജിദ് നബവിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ തോട്ടം മദീന മുനിസിപ്പാലിറ്റി സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. അന്നുള്ള ചെടികളോ അന്നുള്ള പുല്ലോ ഈന്തപ്പനയോ മതിലോ അവിടെ ഇല്ല. അതൊക്കെ കാണിച്ചു കൊടുത്ത ആരെങ്കിലും വല്ല വ്യവസായം നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. അന്നുള്ള സ്ഥലം അതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ മാറിയതുപോലെ തലമുറകളായി ഒരുപാട് 10-14 നൂറ്റാണ്ടിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും സ്ഥലവും തോട്ടവും അത് തന്നെയായിരുന്നു എന്നത് ചരിത്രകാരന്മാർ സ്ഥിരപ്പെടുത്തിയ വസ്തുതയാണ്. അവിടെ ഒരുമിച്ച് കൂടി. എന്തിനാണ്? അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അമീറിനെ തിരഞ്ഞെടുക്കാൻ. അവർ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിൽ അത് ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെ സംബന്ധിച്ചോ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പത്തെ സംബന്ധിച്ചോ ആലോചിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അത്രമാത്രമേ അവർ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ പരിപാലിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അലി റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലാണ്.
അവിടെ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി സഖീഫ ബനി സായിദിലേക്ക് കുതിച്ചു ചെല്ലുകയാണ്. വഴിയിൽ വെച്ച് അൻസാരികളായ ചില സഹാബിമാരെ കണ്ടു. അവർ പറഞ്ഞത്, നിങ്ങളെന്തിനാണ് മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? അൻസാരികൾ അവരുടെ കാര്യവുമായി മുന്നോട്ട് പോകട്ടെ, നിങ്ങൾക്ക് തിരിഞ്ഞു പോയിക്കൂടെ എന്നൊക്കെയാണ് അവരുടെ ഉപദേശം എന്ന നിലയിൽ അവർ ചോദിച്ചത്. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. അബൂ ഉബൈദ അൽ ജറാഹ് എന്ന സഹാബിയെയും കൂട്ടി ഇവർ മൂന്നാളും അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതകാലത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിമാരാണ്. അവർ മൂന്നുപേരും സഖീഫയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് സഅദ് ബിൻ ഉബാദ മൂടിപ്പൊതച്ചിരിക്കുകയാണ്. അത് ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയല്ല, അദ്ദേഹം അസുഖബാധിതനായിരുന്നു, പനി പിടിച്ച് ക്ഷീണിതനാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട യോഗമായതിനാലാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അൻസാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വാഗ്ദാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെയും ഒക്കെ സ്വീകരിച്ച് അവരുടെ പ്രാധാന്യമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ആ ചൈതന്യവും നമ്മളുടെ ആ പ്രസിദ്ധിയും പ്രശസ്തിയും ആ ത്യാഗവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അൻസാരികൾ എന്ത് ചെയ്യണം? അവരുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. അൻസാരികളെല്ലാവരും ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്തു. ഇനി സഅദ് ബിൻ ഉബാദയെ ബയ്യത്ത് ചെയ്യുക മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇവർ മൂന്നുപേരും അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. റളിയല്ലാഹു അൻഹും വഅൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വിവരം അറിഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ചെന്നാൽ എന്ത് പറയണമെന്ന് അദ്ദേഹം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് പോകുന്നത്. വിഷയമൊക്കെ റെഡിയാക്കി ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഹത്താ തസവ്വർതു ലഹാ കലാമൻ, എന്തൊക്കെ പറയണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുകയും അത് സംസാരിച്ച് നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ആര് പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്. ഉടനെ സഅദ് ബിൻ ഉബാദ നിർത്തിയതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ റിസ്ലിക, സംസാരിക്കരുത്, നീ അവിടെ ഇരിക്ക്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, ഉമറിനോട് റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ട്, ശാസിക്കാറുണ്ട്. കാരണം മുതിർന്ന ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല. അബൂബക്കർ അവിടെ ഇരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് സംസാരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം ആ റിപ്പോർട്ട്. ഞാൻ എന്തൊക്കെ പറയാൻ വിചാരിച്ചിരുന്നോ അത് മുഴുവൻ വളരെ നല്ല സാഹിത്യ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വിചാരിച്ച ഒരു പോയിന്റും അദ്ദേഹം അവശേഷിപ്പിച്ചില്ല. അതിലേറെ നന്നായി നല്ല ശൈലിയിൽ അൻസാരികളുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചു. പക്ഷെ അദ്ദേഹം സംസാരിച്ച് നിർത്തിയപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞു, അത് മാത്രമേ എനിക്ക് പറ്റാതിരുന്നുള്ളൂ. അതെന്തായിരുന്നു? അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് ഉമറും ഇടതുഭാഗത്ത് അബൂ ഉബൈദയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ രണ്ടാളെയും പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടിലൊരാളെ ബയ്യത്ത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു മോശമായ വാക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ അതല്ലാത്തത് മുഴുവൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അതിൻ്റെ അപ്പുറവും അദ്ദേഹം പറയുകയുണ്ടായി എന്ന് റളിയല്ലാഹു പറയുകയാണ് ആ സംസാരത്തെ സംബന്ധിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ ആശ്വസിപ്പിച്ച വാക്കുകളുണ്ട്, ഹദീസിൽ കാണാൻ പറ്റും. മക്കാ വിജയത്തിന് ശേഷം ഹുനൈൻ, അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ നടന്ന യുദ്ധങ്ങളിലും മറ്റുമൊക്കെ ലഭിച്ച യുദ്ധാർജിത സ്വത്തുക്കൾ മക്കയിലെ ഖുറൈശി പ്രമാണിമാർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്തത്. സഫ്വാൻ ഇബ്നു ഉമയ്യ അതിന് ശേഷമാണ് മുസ്ലിമായത്. അന്ന് മുസ്ലിമായ ആളുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് 100ഉം 200ഉം 300ഉം ഒക്കെ ഒട്ടക കൂട്ടങ്ങളെയാണ്, ആടിൻ്റെ കൂട്ടങ്ങളെയാണ്. അതേപോലെ ഒട്ടകങ്ങളെ, സ്വർണവും വെള്ളിയൊക്കെ അവർക്കാണ് കൊടുക്കുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ത്യാഗം സഹിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെയുമായി റസൂലുള്ളാഹി മദീനയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. അപ്പോൾ അൻസാരികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാം ത്യജിച്ച് കൂടി യുദ്ധം ചെയ്ത് പ്രയാസം സഹിച്ച ആളുകൾക്ക് ഒന്നും ഇല്ല. ഇപ്പോൾ മുസ്ലിമായ ആളുകൾക്ക്, ഇന്ന് മുസ്ലിമായ ആളുകൾക്ക്, ഇപ്പോഴും മുസ്ലിമായോ ഇല്ലയോ എന്ന് തീരുമാനമാകാത്ത ആളുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നത്. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവരോട് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ അവസാനത്തിൽ ആളുകൾ ഒട്ടകങ്ങളെയും ആടുകളെയും തെളിച്ചു പോകുമ്പോൾ മനുഷ്യന്മാർ അവർക്ക് കിട്ടിയ സദക്കയും സമ്മാനവും ഹദിയയുമായി ലഭിച്ച ആടുമാടുകളെയും തെളിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും കൂട്ടി നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലേ? ഇത് പറഞ്ഞതോടുകൂടി അൻസാരികളൊന്ന് അടങ്കം
അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ മതി, ആട്ടുംകൂട്ടമൊക്കെ ആയിട്ട് അല്ലാത്തവർ പോയിക്കൊള്ളട്ടെ എന്നവർ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിജറ എന്ന ഒരു സൽക്കർമ്മമില്ലായിരുന്നുവെങ്കിൽ ലകുൻതു ഇംറഅം മിനൽ അൻസാർ, ഞാനൊരു അൻസാരിയാകുമായിരുന്നു. പക്ഷേ ഹിജറയുള്ളതോടുകൂടി എനിക്ക് അൻസാരിയാവാൻ പറ്റൂല. ആര് മാത്രമേ ആവാൻ പറ്റുള്ളൂ? മുഹാജിർ മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. ഈ വാക്കുകളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ആവർത്തിച്ചു. അതേപോലെ തന്നെ ഖുർആനിൽ അവരെ പ്രശംസിച്ച വാക്കുകൾ, ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. മുഹാജിറുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി അൻസാറുകൾ സഹിച്ച ത്യാഗം എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് ഈ സമുദായം ഖുറൈശികൾക്കല്ലാതെ കീഴ്പ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുറൈശുൻ ഉലാത്തു ഹാദൽ അംർ ഫബർറുൻ നാസി തബഉൽ ലിബർരിഹിം വഫാജിറുഹും തബഉൽ ലിഫാജിരിഹിം. അധികാരം ആർക്കുള്ളതാണ്? ഖുറൈശികൾക്കുള്ളതാണ്. മനുഷ്യന്മാരിൽ നല്ല ആളുകൾ, ഖുറൈശികൾ നല്ല ആളുകളുണ്ടെങ്കിൽ അവരെ തുടരും. മനുഷ്യന്മാരിലെ ചീത്ത ആളുകൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുന്നിൽ നിൽക്കാണ്ടെങ്കിൽ അവരുടെ പിന്നാലെ കൂടും. അതുകൊണ്ട് അറബികൾ മുഴുവൻ, അറബികളുടെ എല്ലാ ഗോത്രവും ഖുറൈശികൾക്ക് മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ. അവരാണ് ഭരിക്കേണ്ട ആളുകൾ. നഹനുൽ ഉമറ അൻതുമുൽ ഉസറ, ഞങ്ങളാണ് അമീർമാർ, നിങ്ങൾ മന്ത്രിമാരാണ്, സഹകാരികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതാ ഖുറൈശികളിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഒന്ന് അബൂ ഉബൈദൽ ജറാഹ്, രണ്ടാമത്തേത് ഉമർ ബിനുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രീതിപ്പെട്ട് മരണപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട് മരിച്ചുപോയ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ബയ്യത്ത് ചെയ്തോളുക എന്നാണ് പറയുന്നത്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് നേരത്തെ റളിയല്ലാഹു പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാക്കിൽ എനിക്ക് പ്രയാസമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ അൻസാരികൾ അംഗീകരിച്ചില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഹുബാബ് ബിനുൽ മുൻദിർ പോലെയുള്ള സഹാബിമാർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മിന്ന അമീറുൻ വ മിൻകും അമീർ. അൻസാരികൾക്കും എമ്പാടും പ്രാധാന്യമുണ്ട്, മുഹാജിറുകൾക്കുണ്ട്, ഖുറൈശികൾക്കുണ്ട്. എന്താ സൊല്യൂഷൻ? പരിഹാരം? അമീറായിട്ട് അൻസാരികളിൽ നിന്നൊരാളും അമീറായി മുഹാജിറുകളിൽ നിന്നൊരാളും. ഉടനെ ഉമർ ബിൻ ഖത്താബ് എഴുന്നേറ്റ് പറഞ്ഞു, ഒരു പന്തിയിൽ രണ്ട് കൊമ്പൻ യോജിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ പരിഭാഷ നമ്മളുടെ നാട്ടിലുള്ള ഭാഷ ഏതാണ്? രണ്ട് അമീർ, രണ്ട് കപ്പിത്താൻ, രണ്ട് ഡ്രൈവർ ഒരു വാഹനത്തിന് പറ്റൂല, ഒരാൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന് ബയ്യത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിന്റെ കൂടെ ഒരു നിഴലായി ഏത് സമയവും ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ വേളയിൽ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നത് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച സാഹിബാൻ, സാനിയസ്നൈൻ, കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് മാത്രമായിരുന്നു. ഫഅയ്യുക്കും യതീബു ലിനഫ്സിഹി അൻ യതഖദ്ദമ അലാ അബീബക്കർ. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് മനസമാധാനം വരിക അബൂബക്കറിന്റെ മുന്നിൽ നിൽക്കാൻ? അബൂബക്കറിനെയാണ് റളിയഹു റസൂലുള്ളാഹി ഫീ ദീനിനാ അഫലാ നർലാഹു ലിദുനിയാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് അസുഖവേളയിൽ നമ്മൾക്ക് ഇമാമത്ത് നിർത്തിയത് ആരെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ. അങ്ങനെ റസൂല് തൃപ്തിപ്പെട്ടു പോയ അബൂബക്കറിനെ എന്തുകൊണ്ട് നമ്മളുടെ ഭരണപരമായ ദുനിയാവിന്റെ കാര്യത്തിന് നമ്മൾ എന്തുകൊണ്ട് ഇമാമാക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി ചില ചരിത്രകാരന്മാർ പറയുന്നത്, നേരത്തെ സംസാരിച്ച അൻസാരികൾ തന്നെ, ഹുബാബ് ബിൻ മുൻദിർ, അതേപോലെ തന്നെ സെയ്ദ് ബിൻ സാബിത്ത് തുടങ്ങിയ സഹാബിമാർ ചാടി എഴുന്നേറ്റ് അബൂബക്കറിനോട് ഉബുസുത്ത് യദക്കാൻ ഉബായിഉക, നിങ്ങൾ കൈതീട്ടുക, ഞങ്ങൾ ഇതാ ബയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നാണ് ചില ചരിത്രങ്ങളിലുള്ളത്. ചിലതിൽ ഉള്ളത് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ഉബുസുത്ത് യദക്കാൻ ഉബായിഉക, നിങ്ങൾ കൈതീട്ടുക, ഞങ്ങൾ ഇതാ ബയ്യത്ത് ചെയ്യുന്നു. അതോടുകൂടി നിമിഷങ്ങൾ കൊണ്ട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും, ഈ എതിർപ്പ് പഠിപ്പിച്ച അൻസാരികൾ ആദ്യം എല്ലാവരും ബയ്യത്ത് ചെയ്തു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇതാണ് സഖീഫത്ത് ബനീ സായിദിൽ നടന്നത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർബന്ധിക്കപ്പെട്ടു ഭരണാധികാരിയാവാൻ. അദ്ദേഹം എഴുന്നേറ്റ് സഹാബിമാരോട് സംസാരിക്കുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന സഖീഫയിൽ കൂടി ആളുകളോട് ചെറിയ ഒരു പ്രഭാഷണം നടത്തിയതായി നമുക്ക് ചരിത്രഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, വല്ലാഹി മാ കുൻതു അരീസൻ അലൽ ഇമാറ യൗമൻ വലാ ലൈലത്തൻ ഖത്തു വലാ സഅൽതുല്ലാഹ ഫി സിർരി വൽ അലാനിയ.
ഒരു ദിവസം പോലും ഞാനൊരു ഭരണം ലഭിക്കുന്ന ആളാവണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രഹസ്യമായി എൻ്റെ മനസ്സിലത് ആഗ്രഹിക്കുകയോ അള്ളാഹുവിനോട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എൻ്റെ ചുമലിൽ അത് വന്നു വീണിരിക്കുകയാണ്. ഒരു കുഴപ്പം ഭയപ്പെടുന്നില്ലെങ്കിൽ ഞാനതിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. ഞാൻ മാറി നമ്മുടെ കൂട്ടത്തിലെ ഒരു ശക്തനായ ആൾ ഈ സ്ഥാനത്ത് വരുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി സംസാരിക്കുകയുണ്ടായി. പക്ഷെ ആളുകൾ അതിന് സമ്മതിച്ചില്ല. റദീന ബിക കിസ്മൻ വഹല്ല, ഞങ്ങൾ നിങ്ങളെ ഭാഗ്യവാനായി കാണുന്നു, അള്ളാഹു ഞങ്ങൾക്ക് നേതാവായി നിശ്ചയിച്ചിട്ടുള്ളത് താങ്കളെയാണ്, ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പിരിയുകയുണ്ടായി. ഇങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബയ്യത്തിൻ്റെ തുടക്കം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നത് അല്പം മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ശുശ്രൂഷണത്തിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് ഈ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്നതിലും കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായിരുന്നു. അദ്ദേഹം ഇതിന് വരാത്തത് കൊണ്ട് തന്നെ പിൽക്കാലത്ത് ഒരുപാട് കിംവദന്തികൾ അതിനെ സംബന്ധിച്ച് പ്രചരിക്കുകയും ഇസ്ലാമിക ലോകത്ത് അതൊരു മറയായി സ്വീകരിച്ചുകൊണ്ട് ഇന്നും നമ്മൾ കാണുന്ന രൂപത്തിൽ ഇസ്ലാമിക സമൂഹം വലിയ രണ്ടു ചേരികളായി പരസ്പരം പോരടിക്കുകയും എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും, പ്രത്യേകിച്ച് അഹ്ലുസുന്നക്കെതിരെ ഷിയായിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം യഹൂദന്മാരുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹാബിമാരുടെ സ്ഥാനവും പദവിയും മനസ്സിലാക്കുക, അത് നമ്മളുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ കിതാബിൽ തന്നെ വിശദീകരിച്ചതാണ്. നമ്മളുടെ ഒരാളുടെയും പിന്നെ സപ്പോർട്ടും അതിൻ്റെ വിശദീകരണവും പിന്നെ ആവശ്യമില്ല. നിരവധി ഖുർആനിക വചനങ്ങളിലൂടെ അള്ളാഹു തന്നെ പറഞ്ഞതാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. അത് ഒരുപാട് സ്ഥലങ്ങളിൽ പല ശൈലികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹാബിമാർക്കിടയിലുണ്ടായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ചർച്ച ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പക്ഷപാതം പിടിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയോ മനസ്സിലാക്കുകയോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സഹാബിയോടും മനസ്സിൽ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അകൽച്ചയോ വെച്ച് പുലർത്താനും പാടില്ല. പ്രത്യേകിച്ച് സഹാബികളുടെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഖുലഫാഉർ റാഷിദുകൾ, അതേപോലെ തന്നെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ തുടങ്ങിയ സഹാബിമാരോടൊന്നും അങ്ങനെയുള്ളവൻ യഥാർത്ഥത്തിൽ ഒരു മുവഹിദോ ഒരു സുന്നിയോ ആയിരിക്കുകയില്ല, മറിച്ച് ബിദ്അത്തിന്റെ കക്ഷിക്കാരായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വമിൻ ഉസൂലി അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് സലാമത്തു ഖുലൂബിഹിം വ അൽസിനത്തിഹിം ലി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബികളോട്, അനുയായികളോട് യാതൊരു തരത്തിലുമുള്ള വിദ്വേഷമോ പകയോ മനസ്സിൽ വെക്കാതിരിക്കുക എന്നത് അഹ്ലുസുന്നയുടെ അനുയായികളുടെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. അവരോട് ആരോടെങ്കിലും വല്ല പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവൻ യഥാർത്ഥ അഹ്ലുസുന്നയിൽപ്പെട്ട ആളായിരിക്കുകയില്ല. കമാ വസഫഹുമുല്ലാഹു തആല ഫി കിതാബിഹി, വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അള്ളാഹു വിശദീകരിച്ചത് അങ്ങനെയാണ്. എന്താ പറഞ്ഞത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് പ്രാർത്ഥിക്കുന്നവരാണ് ആര്? സഹാബികളെ പറഞ്ഞു. എന്നിട്ട് വല്ലദീന ജാഊ മിൻ ബഅദിഹിം, സഹാബിമാർക്ക് ശേഷം വരുന്ന തലമുറയിലെ വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്ത്? റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പ് വിശ്വാസം ഉൾക്കൊണ്ട വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ. അതിന്റെ അവസാനത്തിൽ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പകയോ വിദ്വേഷമോ ഞങ്ങളുടെ മനസ്സിൽ നീ അവശേഷിപ്പിക്കരുതേ നാഥാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ആര്? യഥാർത്ഥ വിശ്വാസികൾ. അപ്പൊ അവരോട് വിദ്വേഷവും പകയും വെച്ച് പുലർത്തുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകൾ ആരാവൂല? യഥാർത്ഥ വിശ്വാസികളാവൂല എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മളുടെ അഖീദ. ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തുറന്നു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഈ നിലപാടിനെതിരാണ് രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് റാഫിദികൾ, അതായത് ഷിയാക്കള്. രണ്ടാമത്തേത് നാസിബികൾ,
അതായത് അഹ്ലു ബൈത്തിനെ ചീത്ത പറയുന്ന ആളുകൾ. വയതബറഊന മിൻ തരീഖത്തി അഹ്ലി റവാഫിദ്, റാഫിദീകൾക്കൊരു രൂപമുണ്ട് ഷിയാക്കൾക്ക്. അവര് യസുബ്ബൂന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുബിഗിദൂനഹും, അവർക്ക് ഏറ്റവും ദേഷ്യം ആരോടാണെന്നറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട്, ബാക്കിയുള്ള മുഹാജിറുകളോട്, അൻസാരികളോട്. അതിൽ നിന്ന് ഒരു കൈവിരലിൽ എണ്ണാൻ പറ്റുന്ന സഹാബികളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം കാഫിർ മുർത്തദ്ദായി പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നഅൂദു ബില്ലാഹ്. അതിൽ നിന്ന് ഒഴിവാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ. അതേപോലെ തന്നെ വയുംസികൂന അമ്മാ ശജറ ബൈന സഹാബ, സഹാബിമാർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പക്ഷം പിടിച്ച് സംസാരിക്കാത്തവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വയഖൂലൂൻ ഇന്ന ഹാദിഹിൽ ആഥാർ അൽ മർവിയ ഫി മസാവിഹിം മിൻഹാ മാ ഹുവ കദിബുൻ. പിന്നെ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പലതും കളവാണ്. ഇനി ശരിയായി സഹിയായി വന്ന റിപ്പോർട്ടുകൾ തന്നെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റി മനസ്സിലാക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ അർത്ഥം ലഭിക്കുന്നതാണ്. അതിന്റെ സന്ദർഭത്തിൽ നോക്കിയാൽ കുഴപ്പമുണ്ടാവില്ല. അത് ആ സന്ദർഭം മനസ്സിലാവാത്ത ആളുകൾ വായിച്ചാൽ വലിയ കുഴപ്പമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കിയതാണ്. ഇനി വല്ലതുമൊക്കെ അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മഅസൂമികളാണെന്ന് വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാരൊഴിച്ചുള്ള എല്ലാ മനുഷ്യരും, സഹാബികളാവട്ടെ, അവർക്കൊക്കെ തെറ്റ് സംഭവിക്കാം. അവരൊന്നായി ഒരു തെറ്റിൽ യോജിക്കില്ല എന്ന് മാത്രം. ഒറ്റയ്ക്കെടുത്താൽ ഏത് സഹാബിയിൽ നിന്നും ചെറുതും വലുതുമായ തെറ്റുകൾ വന്നേക്കാം. അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവർ സഹിച്ച ത്യാഗത്തിന്റെയും ഹിജ്റയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നുസ്രത്തിന്റെയും പേരിൽ പുറത്തു കൊടുക്കും. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കീഴടക്കാൻ പോകുന്ന വാർത്ത കത്തെഴുതി മക്കക്കാരെ അറിയിച്ച വ്യക്തിയാണ്. ഇസ്ലാമിക രാജ്യത്ത് അതല്ലെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്തും വധശിക്ഷ നിലവിലുള്ള നാട്ടിലൊക്കെ അതിനുള്ള ശിക്ഷ വധിക്കലാണ്. അതില്ലാത്ത നാട്ടിലെ പിന്നെ ജയിലിലിടേണ്ട ആവശ്യമുള്ളൂ. ആ തെറ്റ് ചെയ്ത ഹാത്തിബിനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളങ്ങോട്ട് മാറ്റി നിർത്ത്. ഉരീദു അദ്രിബ് ഉനക ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ. ആരെ? ഹാത്തിബിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അയാള് ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്, ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കി അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? ഇന്നി ഗഫർതു ലക്കും യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഖദ് ഗഫർതു ലക്കും. നിങ്ങൾ വേണ്ട രൂപത്തിൽ ജീവിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. അവർ വേണ്ട രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല, പക്ഷേ അവർ പിൽക്കാലത്ത് അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ പോലും ബദറിൽ പങ്കെടുത്ത കാരണത്താൽ ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തരുന്നു എന്നല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നും പറയരുത്. ഹാത്തിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശിക്ഷയും നടപ്പാക്കിയിട്ടില്ല ഹാത്തിബിനെതിരെ. അതാണ് സഹാബികളിൽ തന്നെ പല ആളുകളുടെയും ശ്രേഷ്ഠത. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് തലമുറകൾക്ക് ശേഷം വരുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ വിമർശിക്കുക, വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത് മഹാപാതകമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഖീദത്തുൽ വാസിത്തിയയിൽ വിശദീകരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യം മുൻകൂട്ടി തന്നെ പറയുന്നത്, ഇനി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പറയുന്ന ആള്, സംസാരിക്കുന്ന ആള് പറയുന്നതാവില്ല, ഉദ്ദേശിക്കുന്നതാവില്ല പലപ്പോഴും സംസാരത്തിലൂടെ വരുന്നത് വാക്കിന്റെ പ്രത്യേകതകൾ കാരണത്താൽ. ആ പറയുന്ന കാര്യമായിക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നത്. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയത്. അത് വലിയ വ്യത്യാസമുള്ള സംഗതിയല്ലേ. ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ആ പ്രഭാഷണം എടുത്ത് കേൾപ്പിച്ചു തരികയാണ്. ഈ പ്രഭാഷണത്തിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കണം, സഹായം തേടണമെന്നുണ്ട്, എവിടെയെന്ന് നോക്കിയിട്ട് തിരഞ്ഞിട്ട് കാണാനില്ല. അപ്പൊ അദ്ദേഹം കേട്ടത് എന്താണ്? ഈ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം കേൾക്കുന്നത് ഈ രൂപത്തിലാണ്. പിശാച് അങ്ങനെ ചില പണികളൊക്കെ ഒപ്പിക്കും, പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ട് കേൾപ്പിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ കാലത്തുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖുർആനിൽ അല്ലാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതല്ല ചർച്ച. അങ്ങനെ വല്ലതും ആരും മനസ്സിലാക്കി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസം. അപ്പൊ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ വിദ്വേഷമോ നമ്മളുടെ മനസ്സിൽ ഒരാൾക്കെതിരെയും പാടില്ല. മറിച്ച് ഖുർആനിലാ പറഞ്ഞതുപോലെ റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്ത് അവസാനിച്ചു. അലി റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, മുഹാജിറുകളിൽപ്പെട്ട മിക്ക ആളുകളും പങ്കെടുത്തിട്ടില്ല. അൻസാരികളല്ലാത്ത സഹായിമാർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്?
അവിടെ മീറ്റിംഗ് കൂടിയ ആളുകൾ മുഹാജിറുകളല്ല, അൻസാരികളായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സഹാബിമാർ പള്ളിയിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിയുള്ള ബയ്യത്ത് അവിടെ നടക്കുകയുണ്ടായി. പൊതുവായ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ അനുസരണ പ്രതിജ്ഞ ബയ്യത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ബാക്കി ബയ്യത്ത് ചെയ്യാൻ ബാക്കിയുള്ള മുഴുവൻ സഹാബിമാരും പൊതുജനങ്ങളും വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കാം എന്ന പ്രതിജ്ഞ ചെയ്യുന്നതിനാണ് ബയ്യത്ത് എന്ന് നമുക്കറിയാം. ആ കാര്യം നിർവഹിക്കുകയുണ്ടായി. അതിനുവേണ്ടി പള്ളിയിലെത്തിയപ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അദ്ദേഹം ഹംദു സ്വലാത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. അതെന്താണ്? റസൂല് മരിച്ചിട്ടില്ല, മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പറഞ്ഞതാണ്. ഞാനത് ഖുർആനിൽ കണ്ടതല്ല, അള്ളാഹിന്റെ റസൂൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ നമ്മളൊക്കെ മരിച്ചതിന് ശേഷം ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു പോവുക, വഫാത്താവുക എന്നതായിരുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് ആ സമയത്ത് ഗ്രഹിക്കാൻ പറ്റിയില്ല, അങ്ങനെ സംസാരിച്ചു പോയതാണ് എന്ന് ആദ്യം അദ്ദേഹം സഹാബിമാരോട് മാപ്പ് പറയുകയും എന്നിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലേ ദിവസം സംസാരിച്ച രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യവും മഹത്വമൊക്കെ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ബയ്യത്ത് ചെയ്യുക എന്നൊരു മുഖവുര സംഭാഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, മിമ്പറിൽ കയറി ആളുകളെ നോക്കി. അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അടുത്ത് വന്നും ഒക്കെ ബയ്യത്ത് ചെയ്യാൻ ആരംഭിച്ചു. ആ നോക്കിയ കൂട്ടത്തിൽ സുബൈർ ബിൻ അവാമിനെ കാണുന്നില്ല. ഹവാരി റസൂലുള്ളാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനും അമ്മായിയുടെ മകനും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബിയും ഹാഷിമികളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിനെ കാണുന്നില്ല. അലി ഇബ്നു അബി താലിബിനെയും കാണുന്നില്ല. അപ്പൊ അദ്ദേഹം സുബൈർ ബിൻ അവാമിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബയ്യത്ത് ചെയ്യാൻ വരാത്തത്? അപ്പൊ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. അടുത്ത് തന്നെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലാണ്, റൂമിലാണ് അവരൊക്കെ ഉള്ളത്. അദ്ദേഹം ഓടി വന്ന് ബയ്യത്ത് ചെയ്തു. ഞാനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാപ്പ് ചോദിക്കുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. പിന്നീട് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനോട് ആരോ പോയി കാര്യം പറഞ്ഞു, പള്ളിയിൽ ബയ്യത്ത് നടക്കുന്നുണ്ട്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ അവിടെ ഉണ്ട്, അതിന്റെ അടുത്താണ് ആരുള്ളത്? അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വസ്ത്രം പോലും ധരിക്കാതെ പള്ളിയിലേക്ക് ഓടി, സെർവാല് മാത്രം ധരിച്ചുകൊണ്ട്, എന്നിട്ട് ബയ്യത്ത് ചെയ്തു എന്നാണ്. കൂടെയുള്ള ഒരാള് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുറകെ ഓടി വന്നിട്ടാണ് അദ്ദേഹത്തിന് ബയ്യത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മേൽമുണ്ട് ധരിപ്പിച്ചത് എന്നാണ്. ഇങ്ങനെയാണ് ആര് ബയ്യത്ത് ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു. അപ്പൊ തലേ ദിവസം അദ്ദേഹം എവിടെയായിരുന്നു? ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി വൈകാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ രൂപത്തിൽ ഓടി വന്നത്. ഇമാം ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ ഇത് സഹിയായ സംഭവമാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞത് കാണാൻ പറ്റും. ഇമാം മുസ്ലിം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരിയായ റിപ്പോർട്ട്. ബാക്കിയുള്ള റിപ്പോർട്ടുകളോ അതൊക്കെ ആളുകളുടെ ഭാവനകളാണ്. പലതരത്തിലുള്ള കഥകൾ ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ് നുബുവത്ത് വരെ കിട്ടേണ്ടത് ആർക്കായിരുന്നു? അത് അലിക്കായിരുന്നു. അത് ജിബ്രീലിന് തന്നെ പേച്ചു. അതാർക്കും കൊണ്ടേ കൊടുത്തു? നഅൂദുബില്ലാ, അത് മുഹമ്മദിന് കൊണ്ടേ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഏതായാലും ഖലീഫ ആവേണ്ടത് ആരായിരുന്നു? അത് അലിയായിരുന്നു. അതും വരെ പിടിച്ചു കൊണ്ടുപോയി. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഈ കൗമിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ശരി, ഏതായിരുന്നാലും ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബയ്യത്ത് അവസാനിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ മറവ് ചെയ്യുകയും അവര് ആശ്വാസത്തോടുകൂടി ബാക്കിയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസരിക്കുകയും പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്ക് ചെറിയ രൂപത്തിൽ കേൾക്കാൻ പറ്റും. ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഇസ്ലാമികമായി ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? പല ആളുകൾക്കും അതിനെപ്പറ്റിയൊക്കെ പല അഭിപ്രായമാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാലോ, ഇസ്ലാം ദീൻ ആയതുകൊണ്ട്. ഇവിടെ ആരും വന്ന ഒരു ചോദ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ നമ്മൾ നടക്കുന്ന ഈ ബയ്യത്തുകളൊക്കെ തെറ്റാണ്, അതൊക്കെ ജാഹിലിയ്യത്തിലെ ആചാരങ്ങളാണ് എന്നൊക്കെ വിശ്വസിച്ച ആൾക്കാരുണ്ട്. ഇത് മാത്രമല്ല, മുആവിയ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അബൂ സുഫിയാനും അതിനുശേഷം പിന്നീട് മുആവിയയ്ക്ക് ശേഷം ഭരണം കൈയാളി അബൂ സുഫിയാൻ ഭരിച്ചിട്ടില്ല, പിന്നെ യസീദും അവരുടെയൊക്കെ ഭരണം ജാഹിലിയ്യത്തായിരുന്നു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, അറിവില്ലാത്തതിന്റെ പേരിൽ. കാരണം അവർ കാണുന്നത് ഇതൊന്നും ഷൂറയിലൂടെ തെരഞ്ഞെടുത്തതല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്തല്ല, അവരൊക്കെ മലിക്കന്മാരാണ്, രാജാക്കന്മാരാണ്. രാജാക്കന്മാരനുസരിക്കൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല. പിന്നെ ആരെയാണ് അനുസരിക്കേണ്ടത്? ഖലീഫമാരെയാണ്. അത് ഖലീഫ എന്ന് പോലും ശരിക്കും പറയാൻ അറിഞ്ഞോളുന്നില്ല. ഖാലിഫാന്നോ
അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയ വാക്കൊക്കെ ആയിരിക്കും അവർ പറയാം. അവരെയാണ് അനുസരിക്കേണ്ടത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമമൊന്നും ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹാബിമാർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സൂചനകൾ മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കറാണ് ഖലീഫയാവേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ശേഷം ഖലീഫയാവാൻ യോഗ്യതയായ ആള് അബൂബക്കറാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സൂചനയും നൽകിയിരുന്നു. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞില്ല? പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഒരു തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തിരുന്നെങ്കിൽ പിന്നീട് ഓരോ ഖലീഫയെ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ നിശ്ചയിക്കേണ്ട ഒരു നിർബന്ധ ബാധ്യതയുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. അതേപോലെ അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്, ആരെ ഖലീഫയായി തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിലേറെ വലിയ ജനാധിപത്യം എവിടെയുള്ളത്? നമ്മൾ ജനാധിപത്യം എന്നതിനെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. പിന്നെ അബൂബക്കറിനെ തെരഞ്ഞെടുത്തത് ഏത് രൂപത്തിലാണ്? പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിക ഖിലാഫത്തിന് 4 രൂപമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ 3 രൂപം. നാലാമത്തേത് അതല്ലാത്തൊരു രൂപമാണ്. ഒന്നാമതായി അഹ്ലുൽ ഹല്ല് വൽ അഖദ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി ഒരാളെ ബയ്യത്ത് ചെയ്യുക, എന്നിട്ട് അവർ പൊതുജനങ്ങളെ ആ കാര്യം അറിയിക്കുക, അവരെല്ലാവരും അമീറിനെ ബയ്യത്ത് ചെയ്യുക. അത് സാധുവായ ബയ്യത്താണ്. ഏതുപോലെ? സാധു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നിർബന്ധമായ ബയ്യത്താണ്, സഹീഹായതാണ് എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തതുപോലെ. രണ്ടാമത്തെ ഒരു രൂപം, നിലവിലുള്ള ഖലീഫ അല്ലെങ്കിൽ അമീർ അല്ലെങ്കിൽ രാജാവ് അടുത്ത വരാൻ പോകുന്ന ഭരണാധികാരിയെ പ്രഖ്യാപിക്കുക. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും വിവരത്തിൻ്റെയും ആളുകളോടുള്ള കൂടിയാലോചനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഭരണാധികാരിയായി കാണുന്നത് ഇന്ന വ്യക്തിയെയാണ് എന്ന് മുൻകൂട്ടി പറയാം. ഏതുപോലെ? നിങ്ങളെ മനസ്സ് പോയെടുത്തല്ല, ഏതുപോലെയാണ്? ഉമർദാർക്ക് തിരഞ്ഞെടുത്തതുപോലെ അല്ലേ? അതാരാ നിശ്ചയിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹായിമാരോട് കൂടിയാലോചിച്ചിരുന്നു, അതൊക്കെ വേറെ കാര്യം, അതാണ് ആദ്യം പറഞ്ഞത്. മൂന്നാമത്തേത്, ഒരു ഷൂറ കൗൺസിലിനെ ആ കാര്യം ഏൽപ്പിക്കുക, ഒരു ഷൂറ മെമ്പർമാരെ. എന്നിട്ട് അവർ കൂടിയിരുന്ന് ആരാണ് ഏറ്റവും യോഗ്യൻ, അവരിൽപ്പെട്ടതോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ ആക്കുക, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരെ ഏൽപ്പിച്ചു പോവുക. ഏതുപോലെ? ഉസ്മാൻ ബിൻ അഫ്ഫാനെ തെരഞ്ഞെടുത്ത പോലെ. ഉമർ റളിയല്ലാഹു അൻഹു 6 സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അന്ന് ജീവിച്ചിരിക്കുന്ന പിന്നെ 6 സഹാബിമാരേ ഉള്ളൂ. അവരെ ഏൽപ്പിച്ചു. അപ്പൊ ആളുകളൊക്കെ വന്ന് പരാതി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ഉമറിനെ അതിൽ പെടുത്തണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 7ാമനായി ആരുണ്ട്? അബ്ദുല്ലാഹി ബിൻ ഉമർ. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഇദ്ദേഹത്തിനെ ഖലീഫയാക്കാൻ പറ്റൂല, എൻ്റെ കുടുംബത്തിൽ ഒരു ഖലീഫ മതി എന്ന്. ഖലീഫയാക്കാൻ പറ്റാത്ത വോട്ടവകാശമുള്ള ഒരാൾ, പക്ഷെ ഖലീഫയാക്കാൻ പാടില്ല എന്ന നിബന്ധനയിൽ മകൻ അബ്ദുള്ളയുടെ പേരും അങ്ങനെ 7 ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. അവര് ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണ് തിരഞ്ഞെടുത്തത്. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തത് അതേപോലെ മുസ്ലിങ്ങളിലെ പ്രധാനികൾ യോഗം ചേർന്നുകൊണ്ടാണ്, സഹാബിമാരിലെ. ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫമാരുടെ ബയ്യത്ത് ചെയ്യുന്ന രൂപം, 3 പിന്നെ 4ാമത്തെ ഒരു രൂപമുണ്ട്, അത് കയ്യൂക്ക് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ആരാ കൂടുതൽ ശക്തൻ, പട്ടാളവും പോക്കിരത്തിലൊക്കെ കാണിക്കാൻ പറ്റുന്നത്, യുക്തിയും സാമർഥ്യമൊക്കെ ഉള്ളത്, അവർ തന്ത്രത്തിലൂടെയും യുദ്ധത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്നത്. അങ്ങനെ നേടിയെടുത്താലും നേരത്തെ പറഞ്ഞ 3 ഖലീഫമാരാവട്ടെ രാജാക്കന്മാരാവട്ടെ എന്ത് പേരാവട്ടെ അവരനുസരിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബയ്യത്ത് ചെയ്യുമ്പോൾ റസൂലിൽ വന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബയ്യത്ത് ചെയ്യാറുണ്ട്. ആ സമയത്ത് പറയാറുണ്ടായിരുന്നു, വഅല്ലാ നുനാസിയൽ അംറ അഹ്ലഹു, കാര്യങ്ങൾ ഏൽപ്പിച്ച ആളുകളോട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല, അവർക്ക് നിങ്ങൾ എതിരെ ഇറങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി ബയ്യത്തിന്റെ കൂട്ടത്തിൽ പറയാറുണ്ടായിരുന്നു. ആ വാചകം കൂടി, ശിർക്ക് ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കള്ളുകുടിക്കാൻ പാടില്ല, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചുമതല ഏൽപ്പിക്കപ്പെട്ട അമീറിനെതിരെ നിങ്ങൾ കലാപുണ്ടാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ബയ്യത്ത് ചെയ്യുന്ന സമയത്ത് ചേർത്ത് പറയാറുള്ള വാചകമാണ്. ഈ പറഞ്ഞ 3 ആളുകൾക്കെതിരെയും പുറപ്പെടാൻ പാടില്ല. ഇനി 4ാമത്തെ ഒരാള് അതാ പറഞ്ഞു, അങ്ങനെയാണ് ശക്തിയിലൂടെ അദ്ദേഹം പിടിച്ചെടുത്തതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം. അങ്ങനെ വന്നാലും അദ്ദേഹത്തിനെതിരെ തിരിയാൻ പാടില്ല, അനുസരിക്കൽ നിർബന്ധമാണ്. ഞങ്ങളാരും ഇഷ്ടമില്ലാത്ത അദ്ദേഹം അമീറായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ അദ്ദേഹം ഭരണം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ പാടില്ല, അനുസരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അബുൽ ഹസൻ അൽ അശ്ശാരി, നമ്മുടെ നാട്ടിലൊക്കെ അശ്ശാരി മദ്ഹബുകാരാണ്, കേട്ടിട്ടില്ല നിങ്ങൾ? അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. അത് ഏറ്റവും വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് ഊത്, അത്തർ, പലയാതി ബ്രാൻഡ് സാധനങ്ങൾ കിട്ടാറുണ്ടല്ലോ, ആ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രൂപത്തിലുള്ള അശ്ശാരി മദ്ഹബുകാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതായിരുന്നാലും
അദ്ദേഹത്തിന്റെ അക്കീദ വിശദീകരിച്ചുകൊണ്ട് ഇബാനയിൽ പറയുന്നത്, അതല്ലെങ്കിൽ മക്കാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇങ്ങനെ അധികാരത്തിൽ വരുന്ന ഭരണാധികാരികളെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് യോജിച്ചിരിക്കുന്നു. എങ്ങനെ അധികാരത്തിൽ വരുന്ന ശക്തിയിലൂടെ ഭരണം പിടിച്ചെടുത്ത ഒരാൾ ഭരണം സ്ഥാപിച്ചാൽ ആ ഭരണകൂടത്തെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഒരു വിഭാഗത്തിനെതിരെയും പുറപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല അൻ തറൗ മിൻഹും കുഫ്റൻ ബവാഹൻ, പരസ്യമായ കുഫർ അവർ പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടാൽ വൈന്ദക്കും മിനല്ലാഹി ബുർഹാൻ, നിങ്ങൾക്കൊക്കെ ഉറപ്പായി പച്ച കുഫറാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിനെതിരെ പുറപ്പെടാം. ഷെയ്ഖ് ബിൻ ബാസ് പറയുകയുണ്ടായി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ ഒരു അമീർ കാഫിറായി അല്ലെങ്കിൽ കുഫറാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തിനെതിരെ പുറപ്പെടാൻ പാടില്ല. റസൂൽ അനുവദിക്കുകയാണ്. പക്ഷേ പിന്നെ അവർ പരിശോധിക്കണം. അങ്ങനെ അമീറിനെതിരെ ഇറങ്ങി പുറപ്പെട്ട് കുഫർ നീക്കാൻ പോയി അവസാനം തലേന്നെ പോയാലോ? അതിനെന്ത് ചെയ്യാൻ പാടില്ല? നാട്ടിൽ കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പാടില്ല. പിന്നീട് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. അൻസാരികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു അമീർ വരട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അമീർ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അല്ലേ? അതിനെ എതിർത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് എന്താണ്? ഖുറൈശുൻ ഉലാത്തു ഹാദിൽ അംർ, ഖുറൈശികളാണ് ഭരണം കൈയാളേണ്ടത്. അത് ഹദീസുകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്ത്? ഭരണം ആർക്കാണ്? ഖുറൈശികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യസാലു അംറുന്നാസി മാദിയൻ മാ വലിയഹും 12 ഖലീഫ, ഈ സമുദായത്തിന്റെ ഇസ്സത്തും അഭിമാനവും നിലനിൽക്കും 12 അമീർമാർ ഭരിക്കുന്ന കാലത്തോളം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ ഇബ്നു സമുറ പറയുന്നത്, എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ടില്ല, ഞാൻ ഉപ്പാനോട് ചോദിച്ചു, അദ്ദേഹമായിരുന്നു റസൂലിന്റെ ഏറ്റവും അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റസൂൽ പറഞ്ഞത്? റസൂല് പറഞ്ഞത് കുല്ലുഹും മിൻ ഖുറൈശ്, ആ 12 ആൾക്കാരും ഖുറൈശികളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസാലു ഹാദൽ അംറ ഫീ ഖുറൈശ് മാ ബഖിയ മിൻഹും ഇസ്നാൻ, ഈ സമുദായത്തിന്റെ ഭരണം ഖുറൈശികളിലായിരിക്കും 2 ആൾക്കാർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളെങ്കിൽ അന്ന് വരെ, അവസാന കാലഘട്ടം വരെ ഭരണാധികാരികൾ ആരാണ്? ഖുറൈശികളായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് ഇതൊക്കെ. മുത്തഫഖുൻ അലൈഹി ഹദീസുകളും എല്ലാ കിതാബുകളിലുള്ള ഹദീസുകളാണ്, അല്ലാതെ ദുർബലമായ ഹദീസുകളൊന്നുമല്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാൻ പറ്റും, ഇന്ന ഹാദൽ അംറ ഫീ ഖുറൈശ്, ഈ ഭരണ നേതൃത്വം ഖുറൈശികളിലായിരിക്കും. ലാ യുആദിഹിം അഹദുൻ ഇല്ലാ കബ്ബഹുല്ലാഹു ഫിന്നാർ, ഖുറൈശികളിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു നരകത്തിൽ വീഴ്ത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഹദീസും നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഖുറൈശികളാണ് എന്ത് ചെയ്യേണ്ടത്? അധികാരം കൈയാളേണ്ടത്. അതോടൊപ്പം റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അറബികളിൽപ്പെട്ട കഹ്താൻകാരനായ ഒരാള് യസൂഖുന്നാസ സൗഖ, ജനങ്ങളെ അടിമകളെ പോലെ ഭരിക്കുന്നത് വരെ. അപ്പൊ അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഭരണം നിലവിൽ വരും, അവരെ അനുസരിക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ സ്വാഭാവികമായും ഭരിക്കേണ്ടത് ആരാണ്? ഖുറൈശികളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അന്നാസു തബഉൽ ലി ഖുറൈശിൻ, ജനങ്ങളോട് പിന്തുടർന്നവരാണ് ബിർറുഹും ലി ബർരിഹിം, അവരുടെ കൂട്ടത്തിലെ നല്ല ആളുകൾ നല്ല ഖുറൈശികളെ. തോന്നിവാസത്തിന്റെ നേതാക്കന്മാരായിട്ട് ആരുണ്ടാവും? ഖുറൈശികൾ ഉണ്ടാവും, ചിലപ്പോൾ ഹാഷിമികൾ ഉണ്ടാവും, ചിലപ്പോൾ തങ്ങന്മാരെന്നെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഖുറൈശികൾക്ക് പ്രാധാന്യമുണ്ട്, അവരാണ് ഭരിക്കേണ്ടത്. നല്ല ആളുകൾക്ക് നേതാവായി ആരുണ്ടാവും? ഖുറൈശികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഖുറൈശികളായ മുഴുവൻ ആളുകളും, അതല്ലെങ്കിൽ ഖുറൈശികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാഷിമികളായ ആളുകളൊക്കെ സ്വർഗത്തിൽ പോകുന്നോ അവരൊക്കെ നല്ല ആളുകളായിരിക്കുമെന്നല്ല. അവരുടെ കൂട്ടത്തിൽ ആരുണ്ടാവും? നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അപ്പം അടുത്ത് പിന്നെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് രാജ്ഞി, എന്താണ് അതിൻ്റെ പേര്, എലിസബത്ത് രാജ്ഞി അഹ്ലു ബൈത്തിൽ പെട്ട ആളാണ്. അത് മിസ്റിലെ പിന്നെ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടാണ്, സിൽസിലയും ഒക്കെ പരിശോധിച്ചിട്ട്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ തെരേസയുമായി മാത്രമല്ല ഏറ്റവും പച്ച മുശരിക്ക് വരെ ആ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായതുകൊണ്ട് റസൂലിന്റെ ഏറ്റവും അടുത്ത കുടുംബാരാ? അബൂ താലിബ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ, അവരൊക്കെ നരകം ഉറപ്പാക്കിയിട്ട് ഇവിടുന്ന് മരിച്ചുപോയ ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ബന്ധമുള്ള ആൾക്ക് സ്വർഗം ഉണ്ടാവും എന്നാരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഖുറൈശികളിൽപ്പെട്ട, അതല്ലെങ്കിൽ ബനൂ ഹാഷിമിൽപ്പെട്ട, അഹ്ലു ബൈത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരതിൽ പെട്ടവരാണെങ്കിൽ അവരോട് വിശ്വാസികൾ ബഹുമാനം കൂടുതൽ കാണിക്കേണ്ടതുണ്ട്. അത് അഹ്ലു സുന്നത്തിന്റെ അഖീദപ്പെട്ടതാണ്. നമ്മൾ എല്ലാം കൂടി എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊല്ലാൻ പാടില്ല. ശുദ്ധീകരിച്ച് പിന്നെ അവസാനം ഇസ്ലാം തന്നെയാണ് ഇല്ലാത്ത കോലത്തിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണത്. അതെങ്ങനെ? ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെയല്ലേ?
സവാസിയത്ത്, അതായത് സമത്വം. സമത്വമൊക്കെ ശരി തന്നെയാണ്. അതോടൊപ്പം കുറെ ആളുകൾ ഭരിക്കേണ്ട, കുറെ ആളുകൾ നേതാക്കന്മാരുണ്ടാവും, കുറെ ആളുകൾ അനുയായികളുണ്ടാവും. ആ വ്യത്യാസമുണ്ട്. ആണും പെണ്ണും തമ്മിൽ സമത്വമുണ്ട്. അതോടൊപ്പം ഒരാൾ ഭർത്താവാണ്, മറ്റേ ആൾ ഭാര്യയാണ്. അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഈ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. അത് അള്ളാഹു കൽപ്പിച്ചതാണ്. അവന്റെ പ്രകൃതി നിയമത്തിന്റെ ഭാഗമായി ശരീഅത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് യഖ്ലുഖു മാ യശാഉ വ യഖ്താർ. അള്ളാഹുവാണ് പടക്കുന്നതും ആ പടപ്പുകളുടെ കൂട്ടത്തിൽ ചില മാസങ്ങളല്ലേ അള്ളാഹു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തികളെയും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചില തറവാടുകൾക്ക് നൽകിയിട്ടുണ്ട്. തറവാടുകൾക്ക് നൽകിയിട്ടുണ്ടോ? അതേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹു മനുഷ്യരിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തിന്റെ സന്തതികളെയും. ആ കൂട്ടത്തിൽ നിന്ന് കിനാന ഗോത്രക്കാരെ തിരഞ്ഞെടുത്തു, കിനാനക്കാരിൽ നിന്ന് ഖുറൈശികളെ തിരഞ്ഞെടുത്തു, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു, ബനി ഹാഷിമിൽ നിന്ന് വഖ്താറനീയും ബനി ഹാഷിം, എന്നെ അള്ളാഹു തിരഞ്ഞെടുത്തു. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുപ്പുണ്ടായിട്ടുണ്ട്. സാധാരണ തറവാട് പോലെയല്ല ബനു ഹാഷിം തറവാട്, അഹ്ലുൽ ബൈത്ത് എന്നർത്ഥം. അവര് വിശ്വാസികളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ സാധാരണ മുസ്ലിങ്ങളെക്കാളും അവർക്കെന്തുണ്ട്? പ്രാധാന്യമുണ്ട് എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അഹ്ലുസുന്നയുടെ മുഴുവൻ ഇമാമികളും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ സംസാരിച്ചവർ, അവർക്കൊക്കെ അതിൽ പ്രധാനപ്പെട്ട പല ആളുകൾക്കും പ്രത്യേക ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിക്കുണ്ട്, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കുണ്ട്. അഹ്ലുൽ ബൈത്തിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേക ഗ്രന്ഥങ്ങൾ തന്നെ. അപ്പോൾ നമ്മൾ അതൊന്നും തള്ളി പറയുന്ന ആളുകളല്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ആരുണ്ടായേക്കാം? നല്ലവരുണ്ടാകും, അതേപോലെ തന്നെ ചീത്തയുണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇവിടെയൊക്കെ ഖുറൈശികൾക്കാണ് ഈ കാര്യം, അവരിലാണ് ഭരണമുണ്ടാവുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് മാ അഖാമുദ്ദീൻ. ഇമാം ബുഖാരി പറയാൻ, ഖുറൈശികളെ എതിർത്തവരെ അള്ളാഹു നരകത്തിലിടും. മാ അഖാമുദ്ദീൻ, ദീൻ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത് വരെ. അവർ കബറാരാധനയും കബർ മൂടലും കബർ കെട്ടിപ്പൊക്കലും ഒക്കെ ആണെങ്കിൽ അവരെ പുറത്താക്കിയിട്ട് എന്ത് ചെയ്യാം? യഥാർത്ഥ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാം. ഇവിടെ മുമ്പ് അബ്ദുൽ അസീസ് രാജാവ് സ്ഥാപിച്ചതുപോലെ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇന്ന് നടക്കുന്നത് പോലെ. ഇവിടെ അഹ്ലുൽ ബൈത്താന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഭരിച്ചിരുന്നു. അവർക്കുള്ള പരിപാടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് പൊളിക്കുക, യഹൂദന്മാരുടെ ദീനിനോട് തുല്യാക്കുക. മക്കയിലുണ്ടായിരുന്ന നടമാടിയിരുന്ന ഒരുപാട് ശിർക്കിയായ പ്രവർത്തനങ്ങൾ അഹ്ലുൽ ബൈത്താന്ന് പറഞ്ഞവർ നടപ്പാക്കിയിരുന്നു. നമ്മൾ രാഷ്ട്രീയം പറയല്ല, പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ സന്ദർഭോചിതമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഗുണത്തിനും ഈ പ്രാധാന്യത്തിനും സ്ഥാനത്തിനൊക്കെ മാനത്തിനും അവർ അർഹതയുണ്ടാവുക ഇസ്ലാം ദീൻ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഏതായിരുന്നാലും ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്ത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമ്മൾ ഈ ചരിത്രത്തിന്റെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീഫയായി കണ്ടിരുന്നത്, മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു എന്നൊരു വാദമുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് അഹ്ലുസുന്നയിൽപ്പെട്ട ചില ആളുകളിലേക്കും കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ചില ആളുകൾക്ക് അലിയാരാണ് ഏറ്റവും കേമൻ, അദ്ദേഹത്തിനാണ് കൂടുതൽ ഫضല്. പക്ഷെ ഏതായാലും ഇപ്പൊ ഇങ്ങനെ ചെയ്തു പോയില്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഇങ്ങനെ തുടർന്ന് പോകാം. പക്ഷെ സ്ഥാനം ആർക്കായിരുന്നു ലഭിക്കേണ്ടത്? അലി റളിയല്ലാഹു അൻഹുവിനാണ്. ഇതിന് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ കാലത്തോളം പഴക്കമുണ്ട്. അന്നേയുള്ള വാദാണ്. ഈ രൂപത്തിലായിട്ടില്ലെങ്കിലും സഹാബികളുടെ കാലശേഷം വന്ന സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂലിനെ കാണാത്ത ആളുകൾ വിശ്വാസികളായി വന്നു. ഇസ്ലാമിക രാജ്യത്തിന്റെ പല സ്ഥലത്തുനിന്നും അവർ കേട്ടറിഞ്ഞിട്ട് ഈ വാദം അവർക്കിടയിലുണ്ടായി. കാരണം ഇത് പ്രചരിപ്പിച്ച ആൾ ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു സബാൻ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി. യഹൂദ മതം അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ തകർത്ത, അള്ളാഹു അവതരിപ്പിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ തകർത്ത അതേ ചിന്താഗതിക്കാര് ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവർ കടത്തിക്കൂട്ടിയതായിരുന്നു. അവര് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അലി റളിയല്ലാഹുവിന്റെ അരയിൽ അതുണ്ട്. എന്ത്? റസൂൽ കൊടുത്ത വസിയത്ത്, നീയാണ് ഖലീഫ ആവേണ്ടത്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച ചെയ്തിക്കാണ് അബൂബക്കറിന് വേണ്ടി. ഇത് അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്താ ചെയ്യാ? ഒരു മാർഗമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ദൂരത്തുനിന്ന് എവിടുന്ന വന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ അരയിൽ ആ കത്തിന്റെ കൂട്ടത്തിൽ എന്താ ഉള്ളത്? അറബികള് സ്വാഭാവികമായിട്ട് വാളുണ്ടാവും. ആ വാളിട്ട ഹിംദ് ഒറ, ആ കൂട്ടത്തിൽ ഒരു ഓല ഇങ്ങനെ പുറത്ത് കണ്ടു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായി എന്താണിത്, ഇത് തന്നെയാണ് ആ പറഞ്ഞ വസിയത്ത്. അദ്ദേഹം പറഞ്ഞ ആ കടലാസിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. കടലാസ് പറഞ്ഞാൽ താളിയോലയില്. അപ്പൊ അദ്ദേഹം കിട്ടിയ ചാൻസിൽ അതുകൊണ്ട് വലിച്ചൂരി. എന്നിട്ട് പറഞ്ഞു, മാ ഹസ്സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഷൈഇൻ ലം യഉമ്മൻ നാസ ബിഹി. ജനങ്ങളോട് പറയാത്ത ഒരു കാര്യം അള്ളാഹിന്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തിട്ടില്ല. ഇനി ഈ കടലാസിലുള്ളത് എന്താണെന്നില്ല നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾ അറിയേണ്ട കാര്യം തന്നെയാണ്. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ
ലഅനല്ലാഹു മൻ സറക മനാറൽ അർളി ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. ഇപ്പോൾ വസിയത്ത് കിട്ടിയപ്പോൾ ഒരിക്കൽ കേട്ടാൽ വെപ്രാളം പിടിക്കുന്ന വസിയത്താ കിട്ടിയത്. എന്താണത്? അള്ളാഹുവും റസൂലും ശപിച്ചിട്ടുണ്ട്. ആരെ? മൻ ദബഹ ലി ഗൈരില്ല, അള്ളാഹുവിനല്ലാതെ അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹു മൻ സറക്ക അല്ലെങ്കിൽ ഗയ്യറ മനാറൽ അർള്, ഭൂമിയുടെ അതിരുകള് മറ്റേ ആൾ ഗൾഫിൽ പോയപ്പോഴേക്ക് അതിര് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ പ്രവൃത്തി ചെയ്യുന്ന നാട്ടിലാണെങ്കിലും ആ അതിര് മാറ്റുന്ന ആളുകളെ പിന്നെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, സ്വന്തം മാതാപിതാക്കളെ ലഅനത്ത് ചെല്ലുന്നവനെ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. വലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ, ഇസ്ലാമിലില്ലാത്ത പുത്തൻ വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്ക് സ്റ്റേജും അതേപോലെ തന്നെ വീടും അതേപോലെ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ എന്ന് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. അതല്ല മൻ ആവാ മുഹ്ദിസൻ, കുറ്റകൃത്യം ചെയ്തിട്ട് മുങ്ങുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യുക? ക്രിമിനൽ പ്രതികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് അഭയം കൊടുക്കുക, ഇങ്ങനെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ അടുത്തുള്ളത്, അതല്ലാതെ നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല. പിന്നെ അദ്ദേഹം പറയുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് സംശയം എന്ത് ചെയ്തു? അവസാനിച്ചു. പക്ഷെ അവർ പ്രചരിപ്പിക്കാറുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ലികുല്ലി നബിയ്യിൻ വസിയ്യുൻ വ വാരിസുൻ, എല്ലാ അമ്പിയാക്കൾക്കും ഓരോ വസിയത്ത് ഉണ്ടായിരുന്നു, അവരേൽപ്പിച്ച ഒരാളുണ്ടായിരുന്നു. വ വസിയ്യി അലിയി, അലി എൻ്റെ വസിയ ആരാണ്? അലിയാണ്. വ വാരിസി അലി, എൻ്റെ അനന്തരാവകാശം എടുക്കുന്നതും അലിയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇത് സഹിയായ ഹദീസാണ്, തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് മദീനയിൽ ചുമതല ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടം. എന്തിന്? മദീനയിൽ അമീറാക്കിയിട്ടുണ്ട്, പക്ഷെ യുദ്ധത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം റസൂലിന്റെ അടുത്ത് കരഞ്ഞു പോയി പറഞ്ഞു, ഈ കുട്ടികളെ നോക്കാനാണോ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? കുട്ടികളെ സ്ത്രീകളെ അടുത്ത് നിർത്തിയാണോ നിങ്ങൾ പോണത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടു. അപ്പൊ അലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറയാൻ, അമാ തർല അൻ തകൂന മിന്നി ബിമൻസിലത ഹാറൂന മിൻ മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂനെ നിശ്ചയിച്ചതുപോലെ നിന്നെ നിശ്ചയിച്ചു പോകുന്നത് നിനക്ക് ഇഷ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോ മൂസാ നബിക്ക് ശേഷം പിന്നെ നബി ആരാണ്? ഹാറൂൻ നബി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണാധികാരി ആവേണ്ടതും ഖലീഫയാവേണ്ടതും അലിയാണ് എന്നാണ്. ഇത് സഹിയായ ഹദീസാണ്. പക്ഷേ ചരിത്രം അറിയില്ലല്ലോ ഈ റാഫിദികൾക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാം ആണോ ഹാറൂൻ നബിയാണോ ആദ്യം മരിച്ചത്? ഹാറൂൻ നബിയാണ്. അപ്പോൾ വേറൊരു നബിയാക്കിയല്ലേ ചെയ്തത്. തൽക്കാലം തൗറാത്ത് വാങ്ങാൻ വേണ്ടി 40 ദിവസം പോയപ്പോൾ ഏൽപ്പിച്ചതാണ് ആരെ? മൂസാ നബി, ഹാറൂൻ നബിയെ. അപ്പൊ ആ തുലനപ്പെടുത്തൽ ഒരു തെറ്റുമില്ല. അടുത്ത ഭരണാധികാരിയായിട്ടല്ല, ജീവിതകാലത്തിന് ഉണ്ടായ ഒരു സംഭവത്തെ പറ്റി പറയാം. നിങ്ങളെ അവിടെ ഭരണാധികാരി ആക്കിയിട്ടുണ്ട്, തൽക്കാലം ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അമീറാക്കിയിട്ടുണ്ട്, പകരക്കാരനാക്കിയിട്ടുണ്ട്, നായിബാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. അതിൽ തെറ്റൊന്നുമില്ല. അതല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അറിയായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൂചനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല എന്നുള്ളത്. സഹീഹുൽ ബുഖാരി കാണാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, റസൂലിനെ സന്ദർശിച്ചുകൊണ്ട് ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, രോഗത്തിന്റെ വേളയിൽ വഫാത്താകുന്നതിന്റെ 2 ദിവസം മുന്നേ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അലിയെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് റസൂലിന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്ബഹ റസൂലുള്ളാഹി ബാരിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ അബ്ബാസ് നല്ല മുതിർന്ന വ്യക്തിയാണ് അല്ലേ, അന്ന് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പ്രായം ചെന്ന വ്യക്തികളിൽ പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, ബനി അബ്ദുൽ മുത്തലിബിന് എനിക്ക് ശരിക്കറിയാം, അവർ മരിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെയാണ് അവരുടെ മുഖം ചേഞ്ച് ആവല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ പോവാണ്, റസൂല് മരിക്കുന്നതിന്റെ വഫാത്താവുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നമുക്ക് രണ്ടാക്കും പോവാം, റസൂലിനോട് പോയി ചോദിക്കുക എന്താണ് നമുക്ക് സ്വത്തും മുതലൊക്കെ ആയിട്ട് എന്താണ് ലഭിക്കാനുള്ളത്. കാരണം ഇസ്ലാമിക സമൂഹത്തിൻ്റെതായുള്ള റസൂലിന്റെ അടുക്കലുള്ള കുറെ സ്വത്തുകളുണ്ട്, ബൈത്തുൽ മാലിലേക്കുള്ളത്, ഹുംസ് ആയിട്ട് കിട്ടിയത് 5-1, ഫതക്കിൽ ഒരുപാട് സ്വത്തുണ്ട്, ഹൈബറിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വീതം വെക്കുക എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അതിനൊക്കെ കൃത്യമായി റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആർക്കറിയില്ലായിരുന്നു? അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അലി പറഞ്ഞു, ഞാൻ അതിനില്ല, അങ്ങനെ വല്ലതും ചോദിച്ചു നോക്കാൻ ഞാനില്ല. കാരണം റസൂൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പറയാ, നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് തരൂല. ഇത് ആളുകൾ കേട്ടാ പിന്നെ ജീവിതകാലത്തൊന്നും നമുക്ക് ഒരു സാധനവും കിട്ടൂല. നമുക്ക് ആദ്യമേ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം എന്തില്ല, റസൂലിന്റെ നിർദ്ദേശപ്രകാരം സദക്ക സക്കാത്തിന്റെ ഫണ്ടിൽ നിന്നില്ല. ഇനി വല്ല മുതലും ബാക്കിയുള്ളത് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതൊരു മറയാക്കി എടുത്തിട്ട് പിന്നെ ഒരിക്കലും കിട്ടൂല. അതുകൊണ്ട് ഞാനത് ചോദിക്കാനില്ല. അവിടെ അദ്ദേഹം എന്ത് പറയായിരുന്നു, അങ്ങനെ വല്ല വസിയത്തുണ്ടെങ്കിൽ എന്തിനാ ചോദിക്കേണ്ട, വസിയത്ത് വിടല്ലേ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വസിയത്ത് ഇല്ലാത്തത് അദ്ദേഹം വ്യക്തമായി തന്നെ
ഇവരൊക്കെ അനുസരിച്ചതിലൂടെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ചില ആളുകൾ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തെളിവ് പിടിച്ചുകൊണ്ട് അങ്ങനെ പറയാറുണ്ട് എന്ന് സാന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മളുടെ സമൂഹത്തിനെയും ബാധിച്ചിട്ടുണ്ട്, മലയാളികളുടെ സമൂഹത്തിനെയും അതിലേക്ക് പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെറിയ കുറച്ച് ആളുകളുള്ളെങ്കിലും നമ്മളത് ശരിക്കും മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. അലി റളിയല്ലാഹു ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിശ്വാസം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് ചില ആൾക്കാർ ഒന്ന് ചോദിച്ചിരുന്നു, നിങ്ങളെ പാക്കായിരുന്നില്ല ഇത് കിട്ടേണ്ടിയിരുന്നത് പിൽക്കാലത്ത് 40, 50 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ വന്ന ആളുകൾ പറയാണ്, നിങ്ങളുടെ ബാപ്പ അലി ഭയങ്കര ക്ഷമയാണ് കാണിച്ചത്, അദ്ദേഹത്തിനാണ് ശരിക്കും ഖിലാഫത്ത് ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നല്ലോ. അപ്പൊ അത് വലിയ വിട്ടുവീഴ്ചയാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അപ്പാനെ പുകഴ്ത്തലല്ല, ചീത്ത പറയലാണ്. അള്ളാഹിന്റെ റസൂല് നിങ്ങളാണ് ഖലീഫയാവേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് പൂഴ്ത്തി വെച്ചു. പിന്നെ ആര് മസ്ലഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പൂഴ്ത്തി വെച്ച വഞ്ചകനായി മാറും അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ ജാതി പ്രശംസ എൻ്റെ ബാപ്പാനെ പറ്റി പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കൾ പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെയാണ് പ്രചാരത്തിലുള്ളത്. ഇനി അത് ശരിയാണെന്ന് തോന്നിക്കുന്ന അഹ്ലുൽ സുന്നയിൽപ്പെട്ട ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവാനുള്ള ചില കാരണങ്ങളുണ്ട്. അതുകൂടി പറയാം, സന്ദർഭോചിതമായിട്ട് അത് മനസ്സിലാക്കിയിരുന്നാൽ പിന്നെ അത് തീർന്നല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം 6 മാസത്തിന് ശേഷമാണ് ആര് വഫാത്തായത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്തു. പിറ്റേ ദിവസം മസ്ജിദ് നബവിയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 4-5 വയസ്സായിട്ടേ ഉള്ളൂ. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ആരുണ്ട്? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ആരാ പുറത്തിറങ്ങണതൊപ്പം? ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യേണ്ടതായിരുന്നു, ക്ഷമിച്ചു എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും സുഹൃത്തുക്കളാണ്, അനുയായികളുമാണ്. ആ രൂപത്തിൽ പുറത്തിറങ്ങുകയാണ് സിദ്ദീഖിന്റെ കൂടെ റളിയല്ലാഹു അൻഹു മജ്മഈൻ. പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് പള്ളിയുടെ മുറ്റത്ത് കളിക്കുകയാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസനെ കോരി എടുത്തിട്ട് അബൂബക്കർ പറഞ്ഞു, ഷബീഹും ബിൻ നബിയ്യി ലാ ഷബീഹും ബി അലി. ആ മോനെ നല്ല രൂപം തോന്നിക്കുന്നത് റസൂലിനോടാണ്, നിങ്ങളോടല്ല. അപ്പൊ അലിദാർക്ക് പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ തമാശ പറഞ്ഞിട്ട്, പേരക്കുട്ടിക്ക് നല്ല സാദൃശ്യമുള്ളത് നിങ്ങളോടല്ല വല്ലിപ്പാനോടാണ് എന്ന് പറഞ്ഞ് തമാശ പറയും. അദ്ദേഹം ചിരിക്കുകയാണ്. അതല്ലാതെ അവർ തമ്മിൽ തെറ്റോ പ്രയാസങ്ങളൊന്നുമില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അത് കാണാൻ പറ്റും. അതേപോലെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവമായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞയച്ചത്. അതിനുശേഷം പിന്നെ മദീനയിൽ ആരുമില്ല. മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ്. ലോകത്തുള്ള ആളുകളൊക്കെ ഇവരറിഞ്ഞു, അറേബ്യയിലുള്ള അവരെല്ലാവരും കൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്നു. ദിൽഖസ എന്ന് പറഞ്ഞ മദീനയിൽ നിന്ന് അല്പം കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അവിടേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ പോയി. കൂട്ടത്തില് 1ാം സ്ഥാനക്കാരനായി ഉണ്ടായിരുന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഏറ്റവും നേരെ പിന്നിൽ ഒരുപാട് സമയം നിന്ന് നമസ്കരിച്ച വ്യക്തി. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ എല്ലാ ശൂറകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നവും സഹായിമാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ ചില കാര്യങ്ങൾ പ്രചരിക്കാനുള്ള കാരണം ബുഖാരിയിൽ തന്നെ കാണാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ നിര്യാണ ശേഷം പള്ളിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ബുഖാരിയിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കറിനോട് ചെന്ന് അനന്തരാവകാശ സ്വത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു. റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന ഹുംസ്, ഇസ്ലാമിക രാജ്യത്തിന്റെ പല സന്ദർഭങ്ങളിലായി ലഭിച്ച 5-1 മൊത്തം സ്വത്തിന്റെ അല്ല, യുദ്ധമില്ലാതെ കിട്ടുന്ന ഇതൊക്കെ ചിലത് മുഴുവനായൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വത്ത് ഞങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടു? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്പിയാക്കൾ അനന്തരം എടുക്കാറില്ല, അമ്പിയാക്കളുടെ സ്വത്ത് അനന്തരാവകാശികൾക്ക് നൽകാറില്ല. മാ തറക്കിനാഹു സദക്ക, അത് ഇസ്ലാമിക സമൂഹത്തിനുള്ള പൊതുസ്വത്താണ്. അമ്പിയാക്കളെ പിന്നെ അനന്തരാവകാശിയായി കൊടുക്കാറുള്ള എന്താണ്? ഇന്നമാ വറസുൽ ഇൽമ, അവരുടെ നുബുവത്തിന്റെ ഇൽമാണ് അവർ കൊടുക്കാറുള്ളത്, സ്വത്തും മുതലും ബാക്കിയാക്കാറില്ല എന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അതിന് വല്ല വിഷമായി. അത് കേട്ടപ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലല്ലോ. അപ്പൊ അവർ പറഞ്ഞു മറുപടിയായി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് കേട്ടത് ശരിയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതിനുശേഷം പിന്നെ അവർക്ക് തമ്മിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായി മാനസികമായിട്ട്. മനുഷ്യന്മാർ തമ്മിൽ ആണല്ലോ, ഇങ്ങനെ ചോദിച്ച് പ്രതീക്ഷിച്ചൊരു സംഗതി ലഭിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ചില പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് അവര് ഈ റിപ്പോർട്ടിലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മരണം വരെ സംസാരിച്ചില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ റാവിമാരുടെ വിലയിരുത്തലാണ്.
ഇമാം ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അസുഖബാധിതയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ വന്ന രംഗം പറയുന്നുണ്ട്. അവരെ അടുത്ത് ചെന്നു, എന്നിട്ട് അവരെ പൊരുത്തപ്പെടിച്ചു. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹിജ്റ വന്നത്, എൻ്റെ സ്വത്തും സമ്പത്തും കുടുംബത്തെ ഉപേക്ഷിച്ചത് അള്ളാഹുവിനും റസൂലിനും അഹ്ലുൽ ബൈത്തിനും വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നുവെങ്കിൽ അത് എൻ്റെ കുടുംബത്തിന് നൽകാതെ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണെന്ത്? പ്രവാചകന്മാർക്ക് അനന്തരാവകാശം ഉണ്ടാവില്ല എന്ന കാര്യം. അത് നടപ്പിലാക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയും അവര് ഇഷ്ടപ്പെടുകയും അവർ നല്ല നിലയിൽ ഏറെ വൈകാതെ വഫാത്താവുകയും ചെയ്തു. ഈ സംഗതികളൊക്കെ കേട്ടിട്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് കൂട്ടി വായിക്കാറുള്ളത്. അതിനുശേഷം ആ റാവി പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് പരസ്യമായി തന്നെ അബൂബക്കർ സിദ്ദീഖിനെ രണ്ടാമതും ബയ്യത്ത് ചെയ്തു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സഹീഹ് ബുഖാരി തന്നെ അത് കാണാൻ പറ്റും. അതിന് കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിഷേധിക്കുകയും ചെയ്തതിന് ശേഷം അവർക്കിടയിൽ പ്രശ്നം വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു കുറച്ച് ലേശം ബാക്കിലേക്ക് നിന്നു, ഫാത്തിമയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. റളിയല്ലാഹു അൻഹ ഒരു പ്രയാസം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അസുഖമായി കിടക്കുകയാണ്. അപ്പോൾ അത് ഇനി ഒരു പ്രയാസമായിട്ടില്ല, നമ്മൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്ന് ആളുകൾ കാണാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം രാത്രിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക്, അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉമറിനെ കൂട്ടാതെ വരണം. ബുഖാരിയിലെ റിപ്പോർട്ടാണ്. കാരണം ഉമർ ഉണ്ടായി കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഭയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തനിച്ചു വരിക. അപ്പോൾ ഉമറിനോട് ഈ കാര്യം റളിയല്ലാഹു അൻഹു അജ്മഈൻ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാനിങ്ങനെ അലിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി നേരത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ആ കാര്യം ചർച്ച അവർക്കിടയിൽ ഉണ്ടാവുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ആളുകൾ കൂടിയ സമയത്ത് പരസ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളുടെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് അലി റളിയല്ലാഹു അൻഹു 6 മാസത്തിന് ശേഷമാണ് ബയ്യത്ത് ചെയ്തത് എന്നാണ്. ഇമാം ഇബ്നു കസീർ ഈ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഒക്കെ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു സഹാബിമാരൊക്കെ ബയ്യത്ത് ചെയ്തതുപോലെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് പോലും ധരിക്കാതെയാണ് പോയി ബയ്യത്ത് ചെയ്തത്. അതാണ് ശരി. പിന്നീട് 6 മാസത്തിന് ശേഷം ചെയ്തത് ഇങ്ങനെ ഒരു അകൽച്ച വന്നോ എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്ന് ബിദായ വന്നിഹായിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ആ കാര്യം വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹുവും അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ ഉമർ ഇബ്നുൽ ഖത്താബോ ഒക്കെ തമ്മിൽ യാതൊരു ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്ന് തെളിവുകളായി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും സഹാബിമാർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പറയില്ല. പിന്നെ ആളുകൾ കേൾക്കെവിടുന്നാണ് ഈ ദുർവ്യാഖ്യാനത്തിന് ആളുകൾ പറയും, അപ്പോൾ അവരിത് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശരിയായ അതിൻ്റെ വിശദീകരണം ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങളെ കേൾപ്പിച്ചത്. അതോടൊപ്പം ഞാൻ മുൻപ് പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണെന്ത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി കേട്ടിട്ട് സഹാബിമാരെ സംബന്ധിച്ച് ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അപ്പോൾ അങ്ങനെ സ്വത്ത് ചോദിച്ചോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പിന്നെ നമ്മൾ അവരെ സംബന്ധിച്ചൊക്കെ നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളുടെ മനസ്സുകളെ അല്ലാഹു ആക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. ഇതിനുശേഷം ബയ്യത്തിന്റെ അവസാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനം നടത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിച്ചു, അയ്യുഹന്നാസ് ഇന്നി ഖദ് ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും വഇൻ അതഅതുല്ലാഹ വറസൂലഹു അത്തിഊനി മാ അതഅതുല്ലാഹ വറസൂലഹു വഇൻ അസൈതുല്ലാഹ വറസൂലഹു ഫലാ തഅത ലി അലൈക്കും. അദ്ദേഹം ആദ്യം തന്നെ പ്രഭാഷണം ആരംഭിക്കാൻ, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്നി ഉല്ലീതു അലൈക്കും ഞാനാണ് നിങ്ങളുടെ അമീറായി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, വലസ്തു ബിഖൈരിക്കും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ മനുഷ്യനല്ല. ശരിക്കെന്താണ്? അദ്ദേഹത്തിനേക്കാൾ ഹൈറായ ഒരു മനുഷ്യൻ ഈ സമുദായത്തിലോ മറ്റ് അമ്പിയാക്കളുടെ ഉമ്മത്തിലോ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളെക്കാളും നല്ല ആളല്ല, എന്നെക്കാളും കഴിവുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഹൈറായ ആളുകളുണ്ട്, പക്ഷെ എന്നെ നിങ്ങളിപ്പോൾ ഇതിന് നിർബന്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫൈൻ അഹ്സൻതു ഫഈനൂനി ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വൈൻ അസഅതു ഫഖവ്വിമൂനി എൻ്റെ അടുക്കൽ നിന്ന് വീഴ്ച വന്നാൽ നിങ്ങൾ എന്നെ നന്നാക്കണം. വസ്ദിഖു അമാനത്തുൻ വൽ കദിബു ഖിയാനത്തുൻ സത്യം അതൊരു അമാനത്താണ്, അത് നിങ്ങൾ പറയണം. കളവ് അത് വഞ്ചനയാണ്, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലൈഫു ഫീക്കും ഖവിയ്യുൻ ഇൻദി ഹത്താ ആഖുദൽ ഹഖ്ക ലഹു
നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയാണ് എൻ്റെ അടുക്കൽ ഏറ്റവും ശക്തനായ വ്യക്തി. അദ്ദേഹത്തിന്റെ അവകാശം ഞാൻ മേടിച്ചു കൊടുക്കുന്നത് വരെ. ഏത് വലിയ ശക്തന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ദുർബലനായ വ്യക്തിക്ക് അവകാശം ലഭിക്കാനുണ്ടെങ്കിൽ ആ ദുർബലനായ വ്യക്തിയായിരിക്കും എൻ്റെ അടുക്കലുള്ള ശക്തൻ. ഞാൻ അയാളുടെ ഭാഗത്തായിരിക്കും, പക്ഷത്തായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ എൻ്റെ അടുക്കൽ ഏറ്റവും ദുർബലനായിരിക്കും. അയാൾ വല്ല ആൾക്കും വല്ല ഹക്കും കൊടുക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ വലുപ്പം എന്നെ ഭയപ്പെടുത്തുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയാൻ, ലാ യദഉ അഹദും മിൻകുമുൽ ജിഹാദ് ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുൽ. നിങ്ങൾ ജിഹാദ് അവസാനിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ നിന്ദിക്കും. ഏതൊരു സമൂഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അവസാനിപ്പിച്ചോ അന്ന് മുതൽ അവർക്ക് നിന്ദ്യത അള്ളാഹു നൽകും. വലാ തശീഉൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ബലാ. ഒരു സമുദായത്തിലും ഫാഹിഷത്ത് ദുർനടപ്പ് വ്യാപകമാവുകയില്ല അള്ളാഹു അവരെ പരീക്ഷിക്കാതെ. പലതരത്തിലുള്ള രോഗങ്ങളും ഹദീസിൽ വന്നതുപോലെ പ്രകൃതി ദുരന്തങ്ങളും അള്ളാഹുവിന്റെ അദാബും ഇറങ്ങാതെ. അപ്പോൾ അതിനൊക്കെയുള്ള കാരണം എന്താണ്? ഇത്തരത്തിലുള്ള തിന്മകളാണ്. അതിയൂനി മാ അതഅതുല്ലാഹ വറസൂലഹു വഇൻ അസൈതു അല്ലാഹ വറസൂലഹു ഫലാ തഅത ലി അലൈക്കും. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് വല്ലതും പ്രവർത്തിച്ചാൽ അന്ന് നിങ്ങൾ എന്നെ, ആ കൽപ്പന നിങ്ങൾക്ക് ധിക്കരിക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അധികാരം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണമാണിത്. എന്ത് വിനയം വ്യക്തമാക്കുന്ന, അദ്ദേഹം ഭരിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ശൈലി പ്രഖ്യാപിക്കുന്ന നയപ്രഖ്യാപനം. അതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും എന്നെ നിങ്ങൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ ഞാൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ, തെറ്റുകൾ ചെയ്താൽ, മഅസിയത്തുകൾ ചെയ്താൽ എന്നെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തന്മാരായ ആളുകൾ വല്ല തെറ്റും ചെയ്തു വന്നാൽ എൻ്റെ അടുക്കൽ ഏറ്റവും ദുർബലന്മാരായിരിക്കും. അതേപോലെ ഏതൊരു ഉമ്മത്തും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അവസാനിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം പ്രസംഗിച്ചതാണ്, നമുക്കിപ്പോൾ അനുഭവത്തിലുമാണ്. എന്ത്? ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുല്ലി. അവരെ അള്ളാഹു ദുല്ല്, നിന്ദ്യത അവർക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ജിഹാദിന് വേണ്ടി വിളിക്കല്ല, ജിഹാദിന് വേണ്ടി വിളിക്കുകയാണ്. പക്ഷെ അത് എങ്ങനെയാണ്? അള്ളാഹു റസൂലും പറഞ്ഞ രൂപത്തിൽ. ഇതൊക്കെ ചിലപ്പോൾ സന്ദർഭത്തിനൊക്കെ മാറിയിട്ട് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാം. അതുകൊണ്ട് അത് അവിടെ തന്നെ വിശദീകരിച്ച് പറയല് നിർബന്ധമാണ്. അതായത് ജിഹാദിന് വേണ്ടത് ഒന്നാമതായി ഒരു ഇസ്ലാമിക ഖലീഫ വേണം. എന്നിട്ട് ആ ഖലീഫയാണ് ഹയ്യ അലൽ ജിഹാദ് എന്ന് വിളിക്കേണ്ടത്. ഖലീഫ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏർപ്പെടുത്തിയ ആളുകൾ. അതല്ലാതെ എവിടെയെങ്കിലുള്ള കുറച്ച് ഗുണ്ടാ സംഘങ്ങൾ എന്തെങ്കിലുമൊക്കെ വയറ് എവിടെയെങ്കിലൊക്കെ കണക്ഷൻ കൊടുക്കാൻ പഠിച്ചിട്ട് അവർ പോയി കണ്ട് ആളുകളില്ലാതെ ഇരുട്ടത്തെ എവിടെയെങ്കിലും പോയി വല്ല പടക്കം പൊട്ടിക്കുന്നതിൻ്റെ പേരല്ല എന്ത് ജിഹാദ്. അങ്ങനെ ജിഹാദ് ചെയ്യണമെങ്കിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് വേണം, ഭരണാധികാരി വേണം, ആ ഇമാമ് പ്രഖ്യാപിക്കണം. ആ ഇമാമ് തന്നെ നമ്മൾ അനുവദിച്ചാലേ പോകാൻ പറ്റുള്ളൂ. ഇമാമ് പറയാണ് നിങ്ങൾ ആരും വരേണ്ടതില്ല, ഞാൻ ചില പ്രത്യേകം ആളുകളെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്കും പാഠശാലകളിലേക്കും പഠിശാലകളിലും പോയിക്കോളൂ. ജിഹാദ് ആവശ്യമായി വരുന്ന സമയത്ത് പോകാൻ പട്ടാളക്കാരെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കേ എൻ്റെ ബാധ്യതയുള്ളൂ? ആ പട്ടാളക്കാർക്കാണ്. ഇപ്പൊ ഇസ്ലാമിക രാജ്യമാണ് ഇവിടെ ഉള്ളത്. ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട സമയങ്ങൾ വരികയാണ്. ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി പോകാൻ പറ്റൂല. പിന്നെയോ രാജാവ് പറഞ്ഞ ആളുകളെ ആണ് നിശ്ചയിക്കുക. രാജാവ് പറയാണ് ആയുധം ഇവിടെ വെച്ച് വിട്ടു പോയിക്കോളൂ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആയുധം എടുത്ത് യുദ്ധത്തിന് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അങ്ങനെ അനുസരിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ത് ജിഹാദ്. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ നടത്തുന്ന കൂലിത്തല്ലിന്റെ പേരല്ല ജിഹാദ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആധുനിക സമൂഹം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ജിഹാദികളെ കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം അള്ളാഹു ജിഹാദ് ഉപേക്ഷിച്ച സമൂഹത്തെ നിന്ദിക്കുകയും ചെയ്യും. അപ്പൊ ശരിയായ രൂപത്തിലുള്ള ജിഹാദ് നടക്കുകയും വേണം. ജിഹാദ് ആദ്യം വേണ്ടത് നമ്മളുടെ മനസ്സിനോടാണ്, ആൾക്കാരോടല്ല. നമ്മളുടെ സ്വന്തം നഫ്സിനോട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള പ്രയത്നം, അതാണ് ആദ്യത്തെ ജിഹാദ്. രണ്ടാമത് വേണ്ടത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഇത് മക്കയിൽ ഇറങ്ങിയ ആയത്താണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു. എന്നിട്ട് 2 വർഷത്തിന് ശേഷമാണ് ജിഹാദ് അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ എത്രയോ വർഷം മുമ്പ് അള്ളാഹു കൽപ്പിക്കുകയാണെന്ത്, നിങ്ങൾ മുശ്രിക്കുകളോട് ജിഹാദ് നടത്തുക. അപ്പൊ എന്തുകൊണ്ടാണത്? യുദ്ധം ചെയ്യാൻ പാടില്ല, അനുവദിച്ചിട്ടില്ല. നാവ് കൊണ്ടും പേന കൊണ്ടുള്ള ദഅവത്ത് കൊണ്ടുള്ള ജിഹാദാണ്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അതല്ലാതെ ഇസ്ലാമിക രാജ്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടിയും ദഅവത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയൊക്കെ യുദ്ധങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിക ഭരണാധികാരി നടപ്പിൽ വരുത്തേണ്ട കാര്യമാണ്.
അതേപോലെ തന്നെ സമൂഹത്തിൽ പിന്നെ തിന്മ വ്യാപിച്ചാൽ അള്ളാഹു അവർക്കിടയിൽ രോഗം, അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ ശിക്ഷകൾ അവതരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ നമ്മൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ ചെറിയ രൂപത്തിൽ സംസാരിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിതുവരെ സംസാരിച്ചതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.